ഉച്ചയൂണ് കഴിഞ്ഞു പോകാമെന്ന് ജാനകിയമ്മ ഒരുപാട് നിർബന്ധിച്ചുവെങ്കിലും ഇനിയൊരിക്കൽ ഊണ് കഴിക്കാനായിട്ട് വരാമെന്ന് പറഞ്ഞാണ് അപ്പവും കാശിയും ശ്രീനിലയത്തിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയത്. ആ മുത്തശ്ശി പാവമാണല്ലേ കാശിയേട്ടാ? എല്ലാരും പറഞ്ഞത് ഭയങ്കര മൂശേട്ടാണെന്നാണ്. അതാണ് ഞാൻ ഇതുവരെ അങ്ങോട്ടൊന്നും പോകാത്തത്. വീട്ടിലേക്കുള്ള യാത്രക്കിടെ അവന്റെ പിന്നിലിരുന്ന് മുതുകിൽ തല ചായച്ചു വെച്ചു അപ്പു പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ് അപ്പു. ഇവരുടെ മകളാണല്ലോ ആ സ്ത്രീ. ഒന്ന് ഓർക്കുമ്പോൾ തന്നെ ഇവരോടും എനിക്ക് ദേഷ്യമായിരുന്നു. വയറിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്ന അപ്പുവിന്റെ കൈ എടുത്ത് ചുണ്ടോട് ചേർത്തുകൊണ്ട് അവനും പറഞ്ഞു. നമുക്കിനി എന്താ ചെയ്യാൻ പറ്റും കാശിയേട്ടാ? നേരിട്ട് ചോദിച്ചാൽ സോണി ചേച്ചിയുടെ അച്ഛനോ ആ സ്ത്രീയെ ഒന്നും പറയില്ലെന്ന് ഉറപ്പാണപ്പോ. പക്ഷേ എനിക്കറിയണം എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്. അതിന് ഞാൻ ഏത് മാർഗം വേണേലും സ്വീകരിക്കും. ആരെ വേണേലും കൊല്ലാനും തല്ലാനും മനസ്സുറപ്പിച്ചുകൊണ്ട് മുറുകിയ മുഖത്തോടെ അവൻ പറഞ്ഞു. വഴക്കൊന്നും വേണ്ട കേട്ടോ കാശിയേട്ടാ. അപ്പുവിന് കാശിയേട്ടൻ മാത്രമേ ഉള്ളൂ. അവന്റെ മുതുകിൽ മുഖം അമർത്തി വെച്ച് പറയുമ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഒരിക്കൽ നിന്നെ ഞാൻ ഒറ്റയ്ക്കാക്കില്ല എന്നൊരു ഉറപ്പ് പോലെ വയറിൽ ചുറ്റിയിരുന്ന അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചിരുന്നു കാശി. ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ് കാശിയുടെ തീരുമാനം? വൈകുന്നേരം രാഗത്തിലേക്ക് വന്ന ഫായിസ് ചായ കുടിച്ചുകൊണ്ടിരിക്കെ കാശി പറയുന്നതൊക്കെ കേട്ടതിന് ശേഷം തിരക്കി. സുരേന്ദ്രനെ കണ്ടൊന്ന് കാര്യങ്ങൾ തിരക്കിയാലോ എന്നൊരാലോചനയിലാണ് ഞാൻ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ചോദിച്ചിട്ട് കാശി ഫായിസിനെയും അമ്മുവിനെയും നോക്കി. ഇതുവരെയും അത് പുറത്തു പറയാത്ത, പോട്ടെ അനിയത്തി കാണിക്കുന്ന സ്വാർത്ഥത നേരിട്ട് കണ്ടിലും നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കുക പോലും ചെയ്യാത്ത അയാൾ ചേട്ടൻ പോയി ചോദിച്ചാൽ സത്യം പറയുമോ? എനിക്ക് തോന്നുന്നില്ല, അമ്മു ആലോചനയോടെ പറഞ്ഞു. അമ്മയെ കാണാതായപ്പോൾ അച്ഛൻ ഒരു പരാതി കൊടുത്തിരുന്നു. അതൊന്ന് പൊടി തട്ടിയെടുക്കാൻ പോവുകയാണെന്ന് അയാളോടൊന്ന് പറഞ്ഞു നോക്കിയാലോ? കാശി പെട്ടെന്ന് ആരോ പറഞ്ഞത് ഓർമ്മ വന്നിട്ട് ചോദിച്ചു. അതൊരു നല്ല ഉപായമാണ് കാശി. ചിലപ്പോൾ അതിൽ അയാളൊന്ന് ഭയന്നേക്കും. അയാളെ പേടിപ്പിക്കാതെ ശരിക്കും കേസ് കൊടുത്തുകൂടെ കാശിയേട്ടാ? അവരുടെ സംസാരമൊക്കെ കേട്ടിരുന്ന അപ്പു തിരക്കി. വേണ്ട വേണ്ട, കേസ് ചിലപ്പോൾ തെളിഞ്ഞേക്കും. പക്ഷേ മനു, അവനിപ്പോൾ ഒരച്ഛനുണ്ട്. ആ അച്ഛൻ്റെ മകനായി തന്നെ അവൻ ഇനിയും ജീവിക്കട്ടെ. കുറെ വിഴുപ്പ് അലക്കിയിട്ട് ഇനി എന്ത് നേടാനാണ്? അച്ഛനാണെന്ന് അറിയാത്തവൻ എന്ന പേരോ? അതവന് വേണ്ടപ്പോ. പക്ഷേ ആര് എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്നെനിക്ക് അറിയണം. അത്രേ വേണ്ടൂ. അതിനു പറ്റിയ ആരേലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? കാശി മുറിയ മുഖത്തോടെ ചോദിച്ചു. ആളൊക്കെ ഉണ്ട്. കാശി വിഷമിക്കാതെ. അധികം താമസിക്കാതെ തന്നെ നമ്മൾ കണ്ടെത്തും അമ്മയെ ദ്രോഹിച്ചവരെ. പിന്നെ ആ കാര്യസ്ഥൻ, അയാൾ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അയാളുടെ അഡ്രസ്സ് കിട്ടുമെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്തിട്ടേക്ക്. നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾ രണ്ടും സമാധാനമായിട്ടിരിക്കുക. അപ്പുവിന്റെയും കാശിയുടെയും ക്ഷീണിച്ച മുഖത്തേക്ക് സങ്കടത്തോടെ നോക്കി ഫായിസ് പറഞ്ഞു. ഷുക്കൂർ ഖാനെയാണോ ഇപ്പോൾ മനസ്സിൽ കണ്ടത്? ഷുക്കൂർ ഫായിസിന്റെ ഫ്രണ്ടാണ്. ആളൊരു SI ആണ്. അമ്ന തിരക്കി. ഓ, അവനെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്താ വേണ്ടതെന്ന് ഞാൻ ചോദിച്ചിട്ട് കാശിയെ വിളിക്കാം. അതുവരെ ഇതേക്കുറിച്ച് ഇവിടെ ആരോടും സംസാരിക്കേണ്ട, ഫായിസ് മെല്ലെ പറഞ്ഞു. കാശി അതിനെ നീട്ടിയൊന്ന് മൂളിയതേയുള്ളൂ. കിടക്കുന്നില്ലേ കാശിയേട്ടാ? നേരം ഒരുപാടായി. ചോദിച്ചുകൊണ്ട് സിറ്റൗട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങുന്ന പടിയിൽ ആകാശം നോക്കിയിരുന്നവന് അരികിൽ വന്നിരുന്നു അപ്പു. ഉറക്കം വരുന്നില്ല അപ്പു. കണ്ണടച്ചാൽ പോലും വേദനിച്ച് കരയുന്ന അമ്മയെ ഓർമ്മ വരുന്നു എനിക്ക്. നിറമിഴികൾ ഒളിപ്പിക്കാൻ എന്ന പോലെ വീണ്ടും ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി കാശി. നമ്മൾ എത്ര വിഷമിച്ചാലും അമ്മായി അനുഭവിച്ചതോ ആൾക്ക് നഷ്ടമായതോ ഒന്നും ഇനി തിരികെ കിട്ടില്ല കാശിയേട്ടാ. നമുക്ക് ആളോട് ഒന്നും പറയാനും പറ്റില്ല. ജീവനോടെ ഉണ്ടല്ലോ, ദൂരെ നിന്നെങ്കിലും അമ്മയെ കാണാമല്ലോ. അങ്ങനെ വിചാരിച്ച് സമാധാനപ്പെടണം. അവന്റെ തോളിൽ മുഖം ചേർത്തിരുന്നു അപ്പു പറഞ്ഞു. എനിക്ക് അതൊക്കെ അറിയാം അപ്പു. പക്ഷേ അമ്മ കൺമുന്നിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിഞ്ഞ നിമിഷം മുതൽ ആ സ്നേഹം, അമ്മയുടെ സ്നേഹം, അതിനുവേണ്ടി എൻ്റെ ഹൃദയം മുറവിളി കൂട്ടുന്നുണ്ട്. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ആ ആഗ്രഹം അടക്കി പിടിക്കാൻ പറ്റുന്നില്ല അപ്പു. അവളെ ചുറ്റിപ്പിടിച്ചിരുന്നു കൊണ്ട് അവൻ വിതുമ്പലോടെ പറഞ്ഞു. കാശിയേട്ടാ, ഇങ്ങനെ വിഷമിക്കില്ലേ. നമുക്ക് നാളെ പോയി അമ്മായിയെ കാണാം. അവന്റെ മുഖം പിടിച്ചുയർത്തി ആ കവളിൽ ചുണ്ടു ചേർത്തുകൊണ്ട് അപ്പു പറഞ്ഞു. അവിടെ ചെന്നാൽ കാണാൻ പറ്റുമായിരിക്കും അപ്പു. പക്ഷേ ആരുമല്ലാത്തതുപോലെ ദൂരെ നിന്ന് നോക്കിയിട്ട് കണ്ടിട്ട് പോരാനല്ലേ പറ്റൂ? അവന്റെ ചോദ്യത്തിന് എന്ത് പറയണം എന്നറിയാതെ അവൾ ഒരു നിമിഷം ഒന്നും മിണ്ടാതെയിരുന്നു. ഞാൻ എന്താ കാശിയേട്ടാ ചെയ്യേണ്ടത്? എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ല. അമ്മായിക്ക് എന്താ പറ്റിയതെന്ന് ഒരുപക്ഷെ അമ്മുച്ചേച്ചിയും ചേട്ടനും കൂടെ നമ്മളെ സഹായിച്ചു നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അമ്മായിയെ എൻ്റെ കാശിയേട്ടന് അമ്മയാ തിരിച്ചു തരാൻ അവർക്ക് പറ്റില്ലല്ലോ. അതാദ്യം മനസ്സിൽ ഉറപ്പിക്കണം. അല്ലാതെ ഇങ്ങനെ ഓരോന്നോർത്ത് സങ്കടപ്പെട്ടാൽ എനിക്കും സങ്കടമാവും. എത്ര ദിവസമായി ഈ മുഖത്ത് ഒരു ചിരി കണ്ടിട്ട്? അവന്റെ കണ്ണും മുഖവുമൊക്കെ അമർത്തി തുടച്ചുകൊണ്ട് തേങ്ങലോടെ അപ്പു പറഞ്ഞു. അപ്പൂസേ, എൻ്റെ കുഞ്ഞിനെ 2 ദിവസമായിട്ട് കാശിയേട്ടൻ ഒത്തിരി സങ്കടപ്പെടുത്തുന്നുണ്ട് അല്ലേടോ? അവളുടെ മുഖം ഇരു കൈയിലും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ തിരക്കി.
എൻ്റെ കാശിയേട്ടൻ വിഷമിച്ച് കാണുമ്പോൾ എനിക്ക് കരയാൻ തോന്നുന്നു. എൻ്റെ കാശിയേട്ടൻ ഞാനില്ലേ, അമ്മയായിട്ടും കൂട്ടുകാരിയായിട്ടും ഭാര്യയായിട്ടും ഒക്കെ ഞാൻ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുമല്ലോ. അപ്പു വിതുമ്പുന്ന ചുണ്ടുകളോടെ മെല്ലെ പറഞ്ഞു. ആണോ? കാശിയേട്ടൻ്റെ അപ്പൂട്ടൻ കാശിയേട്ടനെ ഒത്തിരി സ്നേഹിക്കുമോ? ഒത്തിരി ഒത്തിരി. ചോദിക്കുമ്പോൾ നേരം കൊണ്ടവൻ്റെ മുഖത്തെ സങ്കടം മാറി. സ്നേഹിക്കും. അപ്പു അവൻ്റെ കണ്ണിലും കവിളിലുമൊക്കെ ചുണ്ടമർത്തിക്കൊണ്ട് പറഞ്ഞു. എന്നാലേ നിന്റെ കാശിയേട്ടന് ഭാര്യയുടെ സ്നേഹം മതി. അങ്ങനെ സ്നേഹിക്കൂ എൻ്റെ അപ്പൂട്ടൻ? അവളെ എടുത്തുയർത്തി മടിയിലിരുത്തിക്കൊണ്ട് അവൻ പതിഞ്ഞ ശബ്ദത്തിൽ ആർദ്രമായി ചോദിച്ചു. സ്നേഹിക്കും. അപ്പു സ്നേഹിക്കും. അവൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റി നഗ്നമായ നെഞ്ചിൽ ഉമ്മ വെച്ച് പറയുമ്പോൾ കാശിച്ചേട്ടൻ്റെ മനസ്സിൽ ഒത്തിരി സങ്കടമുണ്ടപ്പോ. ആ സങ്കടങ്ങൾ തുടച്ചു മാറ്റാൻ നിനക്കേ കഴിയൂ. നീ വേണം അതൊക്കെ കണ്ടറിഞ്ഞു ചെയ്യാൻ. ഇന്ന് പോകാനിറങ്ങുമ്പോൾ മാറ്റി നിർത്തി അമ്ന പറഞ്ഞതായിരുന്നു അവളുടെ മനസ്സിൽ. ഫായിസും അമ്നയും ഷുക്കൂറിനോട് കാശിയുടെയും അവൻ്റെ അമ്മയുടെയും മനുവിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അവൻ്റെ മറുപടി എന്തെന്നറിയാനായി. എടാ, ഒരു പരാതി എഴുതി തന്നാൽ ആ അനന്തനെയും സുരേന്ദ്രനെയും ഒക്കെ തൂക്കിയെടുത്തുകൊണ്ടുവന്ന് ചോദ്യം ചെയ്യാം. അല്ലാതെ ആവുമ്പോൾ നമ്മൾ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. പെട്ടെന്നൊരു വീട്ടിലേക്ക് ഓടിച്ചെന്ന് ആരോടും ഒന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം നീ ഒരു കാര്യം ചെയ്യ്. എന്താ അയാളുടെ പേര്? ഷുക്കൂർ അമ്മൂനെ നോക്കി. കാശിദേവ്. അയാളോട് പറയ്, അയാളുടെ അമ്മയെ കാണാനില്ല എന്ന കേസ് ഒന്നുകൂടെ കുത്തിപ്പൊക്കാൻ പോവാണ് എന്ന് ബന്ധുക്കളെയൊക്കെ അറിയിക്കാൻ. ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്ന് അല്ലെങ്കിൽ സംശയിക്കണം എന്നൊരു ധാരണ അതോടെ നമുക്ക് കിട്ടും. പിന്നെ അവരെ പൊക്കിയാൽ മതിയല്ലോ. അങ്ങനെ ചെയ്യാം അല്ലേടാ? കാശിയുടെ വിഷമം കാണാൻ വയ്യടാ. അവൻ വിഷമിക്കും തോറും അതുപോലെ അല്ലെങ്കിൽ അതിലേറെ ഞങ്ങളുടെ അനിയത്തിയും സങ്കടപ്പെടുവാണ്. അവളുടെ ചിരിയില്ലാത്ത വാടിയ മുഖം കണ്ടാണ് ഇന്ന് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത്. ഫായിസ് വേദനയോടെ പറഞ്ഞു. നേരായ മാർഗത്തിലൂടെയാണെങ്കിൽ പെട്ടെന്ന് കണ്ടെത്താം. അയാളോട് ഒരു പരാതി എഴുതിത്തരാൻ പറയും. ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാം ക്ലിയറാക്കി കൊടുക്കാൻ ഞാൻ. അല്ലെങ്കിൽ ഒരൽപ്പം കാത്തിരിക്കാൻ പറയും. കയ്യിലിരുന്ന ഫോൺ ഒന്ന് കറക്കിക്കൊണ്ടൊരു ചിരിയോടെ ഷുക്കൂർ പറഞ്ഞു. അത് വേണ്ടടാ. കഴിഞ്ഞതൊന്നും ഓർമ്മയില്ലാത്ത ആ അമ്മയെ വീണ്ടും വേദനിപ്പിക്കേണ്ട. അതുപോലെ ആ പയ്യൻ മനോജ്, അയാളെ സങ്കടപ്പെടുത്തേണ്ട. അതൊന്നും വേണ്ട. എന്നാലേ ആരാണ് ഇത്രയും കാലം ആ അമ്മയെയും മകനെയും ഒരുപോലെ ദ്രോഹിച്ചതെന്ന് അറിയുകയും വേണം. അടക്കിപ്പിടിച്ച അരിശത്തോടെ ഫായിസ് പറഞ്ഞു. എന്നാൽ നീ നിന്റെ അളിയച്ചാരോട് പറയും. അധികം വൈകാതെ ഞാൻ ആളെ കൊണ്ടുവന്ന് അയാളുടെ മുന്നിൽ നിർത്തി കൊടുക്കാമെന്ന്. ഫായിസിന്റെ മുഖത്തെ ദേഷ്യത്തിലേക്ക് നോക്കി ചെറുചിരിയോടെ ഷുക്കൂർ പറഞ്ഞു. അവൻ ഏറ്റാൽ ഏറ്റതാണ്. അതോർത്തൊരു ആശ്വാസത്തോടെ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ഫായിസിന്റെ തോളിൽ ചാഞ്ഞിരുന്നു അമ്ന. ഇങ്ങനെയാണോ കാശിയേട്ടൻ്റെ അപ്പൂട്ടൻ ഒത്തിരി ഒത്തിരി സ്നേഹിക്കും എന്ന് പറഞ്ഞത്? ഇതിപ്പോ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞുപെണ്ണ് തളർന്നു പോയല്ലോ. കൊക്കോട് കൊക്കൊരുമി തേനുണ്ട് തളർന്നുപോയ ആ കുഞ്ഞു ദേഹം നെഞ്ചോട് ചേർത്ത് അമർത്തി പിടിച്ചൊരു കിതപ്പോടെ കാശി പറഞ്ഞു. ഞാൻ തളർന്നിട്ടൊന്നുമില്ല. കാശിയേട്ടന് തോന്നിയതാണ്. ചുവന്നുപോയ മുഖം അവനിൽ നിന്ന് ഒളിപ്പിക്കാൻ എന്ന പോലെ അവൻ്റെ നെഞ്ചിൽ തന്നെ അമർത്തിക്കൊണ്ട് അപ്പു പറഞ്ഞു. ഇന്നത്തെ ഈ ചുംബനം കാശിയേട്ടൻ ഇഷ്ടായിട്ടോ അപ്പൂസ്? ഈ കൊടുക്കുന്നതിനേക്കാൾ മധുരം കൂടുതൽ വാങ്ങുന്നതിനുണ്ടെന്ന് ഇന്ന് മനസ്സിലായെൻ്റെ അപ്പൂസേ. അവളുടെ കാതിൽ ചുണ്ടുരുമ്മി ഇക്കിളി ഇട്ടുകൊണ്ട് അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അയ്യേ, ഈ കാശിയേട്ടൻ. അപ്പു നാണത്തോടെ ആ ശ്വാസച്ചൂടിൽ തരളതയായി കൂടുതൽ പതുങ്ങി. എന്തയ്യേ, ഇതൊക്കെ എല്ലാ കപ്പിൾസിനും ഇടയിൽ നടക്കുന്നതാണ് എൻ്റെ അപ്പു. ഇനി നമുക്ക് അകത്തേക്ക് പോയാലോ? ചുവന്നു തൊടുത്തുപോയ ആ ചുണ്ടുകളിൽ നോക്കി കാശി മോഹത്തോടെ തിരക്കി. അപ്പു മെല്ലെ ഒന്ന് മൂളിക്കൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ കൈചുറ്റി പിടിച്ചതും അവൻ അവളെ കോരിയെടുത്തുകൊണ്ട് സിറ്റൗട്ടിൽ നിന്ന് ഹാളിലേക്ക് കയറി. അവൻ്റെ കൈകളിൽ കിടന്നുകൊണ്ട് തന്നെ അപ്പു തന്നെയാണ് വാതിലടച്ചു കുറ്റിയിട്ടത്. കാശിയേട്ടൻ്റെ കുഞ്ഞിന് പേടിയുണ്ടോ? അവളെ ബെഡിലേക്ക് ചായച്ചു കിടത്തി സ്നേഹവും വാത്സല്യവും ഒരുപോലെ ചാലിച്ചൊരു മുത്തം ആ നെറുകയിൽ കൊടുത്തിട്ട് അവൻ തിരക്കി. അവൻ്റെ ചോദ്യത്തിലും നോട്ടത്തിലും ഉള്ളിൽ എന്തൊക്കെയോ പേടി തോന്നിയെങ്കിലും അവനെ വിഷമിപ്പിക്കാൻ അപ്പു തയ്യാറായിരുന്നില്ല. ഇല്ലല്ലോ, അപ്പുവിന് ഒട്ടും പേടിയില്ല. വിറയാർന്ന ശബ്ദത്തിൽ അപ്പു പറഞ്ഞു തീരും മുമ്പേ അവൻ വീണ്ടും ആ ചൊടികളിലേക്ക് ആഴ്ന്നു കഴിഞ്ഞിരുന്നു. ആ ഇളം ചുണ്ടിലെ അവസാന തുള്ളി നറുതെൻകണവും നുകർന്നെടുത്തുകൊണ്ട് അവൻ ശ്വാസം തള്ളിച്ചയോടെ ഒരു നിമിഷം ആ കഴുത്തിൽ മുഖം അമർത്തി വെച്ചു. പിന്നീട് അവിടുന്ന് അവൻ്റെ ചുണ്ടും നാവും പുതുപാത തേടുമ്പോൾ അപ്പു പിടച്ചിലോടെ അവൻ്റെ തലമുടി കൈകളാൽ കോർത്തു വലിച്ചു. കാശി ഏട്ടാ. വസ്ത്രങ്ങൾ അഴിഞ്ഞു മാറുമ്പോൾ ആ ഉയർച്ച താഴ്ചകളിൽ കൈകളും ചുണ്ടും നാവും അമർന്നു ഞെരിക്കുമ്പോൾ എത്ര അടക്കി പിടിച്ചിട്ടും അപ്പു പേടിയോടെ വിളിച്ചുപോയി. ഒന്നുമില്ലടാ. കാശിയേട്ടനല്ലേ. പേടിക്കല്ലേ. അവളെ വരിഞ്ഞു മുറുക്കി പഴർന്നു കയറുമ്പോൾ അവൻ പറഞ്ഞു. വേണ്ട, പേടിയാവുന്നു. അപ്പു അവനെ തള്ളി നീക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനല്ലേ അപ്പൂസേ, നമ്മളല്ലേ, പേടിക്കല്ലേ പൊന്നെ. അവളെ പൊതിഞ്ഞു പിടിച്ച് ആ ചൊടികൾ കവർന്നെടുത്തുകൊണ്ട് ആ എതിർപ്പ് അവൻ മറികടന്നു. ഏറെ നേരത്തിന് ശേഷം അവളുടെ നഗ്നമായ മാറിൽ കിതപ്പോടെ തളർന്നു വീഴുമ്പോൾ അപ്പു ആ തളർച്ചയിലും അവളെ അറിയാതെ തന്നെ അവനെ ചേർത്തു പിടിച്ച് തലോടി. അപ്പൂസേ, കാശിയേട്ടൻ്റെ അപ്പൂട്ടൻ തളർന്നോടാ.
അവളുടെ മാറിൽ നിന്ന് മുഖമുയർത്തി ആ നെറുകയിൽ മുത്തമിട്ടുകൊണ്ട് അവൻ ചോദിച്ചു. ഇല്ലെന്ന പോലെ ഒന്ന് മൂളാൻ മാത്രമേ അപ്പുവിനെ കൊണ്ടായുള്ളൂ. അപ്പൂട്ടാ, അവളെ എടുത്തുയർത്തി നെഞ്ചിൽ കിടത്തിക്കൊണ്ട് കാശി വിളിച്ചു. പെണ്ണവന്റെ മുഖത്തുപോലും നോക്കാതെ കഴുത്തിൽ മുഖം ചേർത്ത് വെച്ചെന്നു മൂളി. എന്റെ അപ്പൂട്ടനോട് വല്ലാത്തൊരു കൊതി തോന്നുന്നു കാശിയേട്ടന്. അവളുടെ മുഖമുയർത്തി മുഖത്തിന് നേരെ കൊണ്ടുവന്നവൾ പറയുമ്പോൾ നാണം കൊണ്ടവനെ ഒന്ന് നോക്കാൻ പോലും ആവാതെ കണ്ണുകൾ അടച്ചു കളഞ്ഞു അവൾ. കാശിയേട്ടന്റെ പൊന്ന് ഒരുപാട് സുന്ദരിയാണ്. ഇന്ന് കിട്ടിയ ഈ മധുരം ഈ ജീവിതകാലം മുഴുവൻ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും അല്ലേടാ? ചുവന്നു വിങ്ങിക്കിടന്ന പെണ്ണിന്റെ ചുണ്ടുകൾ ഒന്നുകൂടെ നുണഞ്ഞുകൊണ്ട് കാശി പറയെ അവന് വിധേയപ്പെട്ടെന്ന പോലെ അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. ഇവനിത് എന്തിന്റെ കേടായിട്ടാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ കേസ് കുത്തിപ്പോക്കാൻ നടക്കുന്നത്? ആ പെണ്ണുമ്പോൾ ആർക്കോ ഒപ്പം എവിടെയോ ജീവിക്കുന്നുണ്ടാവും. അമ്മ ഒളിച്ചോടിയ കഥ വിഴുപ്പലക്കാൻ ഇവന് നാണമില്ലേ? കാശി കേസിന്റെ കാര്യം പറഞ്ഞത് അറിഞ്ഞതും ഹേമ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചു. കാശി കേസ് റീ ഓപ്പൺ ചെയ്യുന്നു എന്ന് ജയനോടാണ് പറഞ്ഞത്. അയാൾ അത് അപ്പോൾ തന്നെ തറവാട്ടിൽ എല്ലാവരെയും അറിയിക്കുകയായിരുന്നു. കാശിയും അപ്പവും ഒഴികെ ബാക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു താനും. നീ എന്തിനാ ഇത്രയും രോഷം കൊള്ളുന്നത്? കാശിക്ക് അവന്റെ അമ്മയെ കണ്ടെത്തണം എന്ന് തോന്നിയത് കൊണ്ടാവും അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. വരും വരായികയൊക്കെ ചിന്തിക്കാതെ അവൻ അങ്ങനെ ഒരു തീരുമാനമെടുക്കില്ല. ഹേമയുടെ സംസാരം ഇഷ്ടപ്പെടാതെ ജഗന്നാഥൻ പറഞ്ഞു. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അവൻ ആലോചിച്ചുറപ്പിച്ചൊരു കാര്യം നമ്മളോട് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ജയനും അച്ഛനെ പിന്താങ്ങിക്കൊണ്ട് പറഞ്ഞു. നിന്നോട് അവനിത് എപ്പോഴാണ് ജയ പറഞ്ഞത്? ഞാനിന്ന് രാവിലെ സൊസൈറ്റിയിൽ പാല് വാങ്ങാൻ പോയപ്പോഴാണ് അച്ഛാ അവൻ പറഞ്ഞത്. നന്നായി. അരുന്ധതിക്ക് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കാൻ അവളുടെ മകന് തോന്നിയല്ലോ. ഇനി അതിനാരും ആത്മഹത്യാ ഭീഷണിയുമായി അവന്റെ മുന്നിൽ ചെല്ലില്ലല്ലോ. പണ്ട് കൊടുത്ത കേസെങ്ങും എത്താതെ പോയതിന്റെ കാരണം ഓർത്ത് ഹേമയെ തുറച്ചു നോക്കി എഴുന്നേറ്റ് പോകുമ്പോൾ ജഗന്നാഥൻ പറഞ്ഞു. അപ്പൂസേ, എവിടേക്കാണ് ഈ ഓടുന്നത്? ഇതെന്തിനാ ഈ ഒളിച്ചുകളി? ഇവിടെ നോക്കിക്കേ, കാശിയേട്ടൻ കാണട്ടെ എന്റെ കുഞ്ഞിനെ. കുളിച്ച് ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയവൾ കൺചിമ്മാതെ തന്നെ നോക്കിക്കിടക്കുന്ന കാശിയെ കണ്ട് പുറത്തേക്ക് ഓടാൻ പോയത് ഒറ്റച്ചാട്ടത്തിന് പെണ്ണിനെ ചുറ്റിയെടുത്ത് നെഞ്ചിൽ ഒതുക്കിക്കൊണ്ടാണ് ചോദ്യം. ഇല്ല, ഞാൻ നോക്കില്ല. എനിക്ക് നാണമാണ്. കാശിയുടെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ച് കണ്ണുകൾ മുറുക്കെ അടച്ചുകൊണ്ടവൾ പറഞ്ഞു. അതെന്തിനാ എന്റെ കുഞ്ഞിന് ഇത്രയും നാണം? കാശിയേട്ടനല്ലേ അപ്പൂസേ? അവളുടെ കാതോരം ചുണ്ടുരുമി കാശി. എന്നാലും എനിക്ക് നാണവാ, പെണ്ണ് നേർത്ത ശബ്ദത്തിൽ കൊഞ്ചി. നീ എന്തിനാ നാണം? കാശിയേട്ടൻ എല്ലാം കണ്ടു ബോധിച്ചു. ഒരുപാട് ഭംഗിയുള്ള ആ കാഴ്ചയൊക്കെ ഈ നെഞ്ചിനുള്ളിൽ നന്നായി പതിപ്പിച്ചിട്ടുമുണ്ട്. അവളുടെ കവളിൽ നോവിക്കാതെ മെല്ലെ ഒന്ന് കടിച്ചുകൊണ്ടവൻ പറഞ്ഞു. വയ്യായിക വല്ലതും തോന്നുന്നുണ്ടോ അപ്പൂട്ടാ? സ്നേഹം തിങ്ങുന്ന ശബ്ദത്തിൽ കാശി ചോദിച്ചു. ഇല്ല, പറഞ്ഞിട്ട് അപ്പു അവനിലേക്ക് കൂടുതൽ പതുങ്ങിച്ചേർന്നു. ഇത്രയും ബുദ്ധിമുട്ടില്ലേ അപ്പൂസേ? അവളെ ചുറ്റി വരിഞ്ഞുകൊണ്ട് കാശി തിരക്കി. കാലിനൊക്കെ ഇച്ചിരി വേദനയുണ്ട്. പിന്നെ നേരത്തെ ഞാൻ എഴുന്നേറ്റപ്പോൾ വയറ് വേദനിച്ചു. ഇപ്പൊ ഇല്ല കേട്ടോ, അതൊക്കെ മാറി. തനിക്ക് വയ്യായിക ഉണ്ടെന്ന് പറഞ്ഞാൽ അവനെന്തേലും വിഷമം തോന്നിയാലോ എന്നോർത്ത് അപ്പു പെട്ടെന്ന് തന്നെ പറഞ്ഞു. കാശിയേട്ടന്റെ കുഞ്ഞ് കിടന്നോ? ഞാൻ പോയി ഫ്രഷായി വന്നിട്ട് ചായ ഉണ്ടാക്കി തരാം. ഇന്ന് എന്റെ അപ്പൂട്ടന് ഫുൾ റെസ്റ്റാണ്. അവളുടെ അവസ്ഥ മനസ്സിലാക്കി തന്നെ ആ നെറ്റിയിൽ ചുണ്ടെന്നമർത്തി കാശി പറഞ്ഞു. അപ്പു അതിന് മെല്ലെ ഒന്ന് മൂളി. നിന്നെ ഉപേക്ഷിച്ച് നിന്റെ അമ്മ പോയിട്ട് ഇപ്പോൾ 30 വർഷമാകുന്നു. ഇത്രയും വർഷം കഴിഞ്ഞ് വീണ്ടും എന്തിനാ മോനെ നീ ആ കേസ് കുത്തിപ്പൊക്കുന്നത്? വെറുതെ പ്രശ്നങ്ങളും നാണക്കേടും ഉണ്ടാക്കാമെന്നല്ലാതെ വേറെന്താ ഇതിൽ നേട്ടം? വായനശാലയിലേക്ക് കയറി വന്ന അനന്തൻ യാതൊരു മുഖവരയും കൂടാതെ കാശിയോട് ചോദിച്ചു. ഞാൻ എൻ്റെ അമ്മ അരുന്ധതി നമ്പ്യാരെക്കുറിച്ച് അന്വേഷിക്കുന്നതിൽ വല്ലിശ്ശേരിയിലെ അനന്തമേനോന് എന്താണ് പ്രശ്നം? എന്തിനാണ് നാണക്കേട്? നിങ്ങളുടെ മുൻ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചാലും അത് നിങ്ങളെ ബാധിക്കേണ്ട കാര്യമില്ല. ഇനി നാണക്കേടുണ്ടെങ്കിൽ തന്നെ അത് എനിക്കല്ലേ, അല്ലാതെ ഭാര്യയെ കാണാതായി 3-ാം പക്കം മറ്റൊരുത്തിയെ കെട്ടി കുടുംബം നടത്തിയ നിങ്ങൾക്ക് എന്ത് നാണക്കേടുണ്ടാവാൻ? പുച്ഛത്തോടെ, ഇക്കാലം അത്രയും അടക്കി വെച്ചിരുന്ന രോഷത്തോടെ, അതിലുപരി വെറുപ്പോടെ അയാൾക്ക് മുന്നിൽ കൈകെട്ടി നിന്ന് ചോദിച്ചു കാശി. മോനെ കാശി, അച്ഛൻ പറയുന്നത്? അവന്റെ മുഖത്തെ കടുപ്പം കണ്ട് അനന്തൻ ഒന്ന് വിറച്ചു. വേണ്ട, ഇന്നലെ വരെ ഇല്ലാതിരുന്ന അച്ഛനും ആ ബന്ധവും ഒന്നും ഇനിയും കാശിക്ക് വേണ്ട. കൈയെടുത്ത് അയാളെ വിലക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. മോനെ, നിങ്ങൾ എന്നോട് ഒന്നും പറയണ്ട. അച്ഛനാണെന്ന് 100 വട്ടം നിങ്ങൾ പറഞ്ഞാൽ അച്ഛനാവില്ല. നിങ്ങളിൽ നിന്ന് ഒരച്ഛൻ മകന് കൊടുക്കേണ്ട എന്തെങ്കിലും പരിഗണന പോട്ടെ, സ്നേഹത്തോടെ ഒരു നോക്കുപോലും എനിക്ക് നേരെ ഉണ്ടായിട്ടില്ല. അച്ഛനാണ് എന്ന പേരും പറഞ്ഞ് എൻ്റെ പിന്നാലെ വന്ന് എന്നെ ഉപദ്രവിക്കരുത് എന്നൊരു അപേക്ഷയുണ്ട്. അയാൾക്ക് മുന്നിൽ ഇരുകൈയും കൂട്ടിപ്പിടിച്ച് തൊഴുതുകൊണ്ട് ദേഷ്യത്തോടെ തന്നെ കാശി വായനശാലയിലെ ഉള്ളിലേക്ക് കയറി. അവിടെ കൈകെട്ടി അവനെ തന്നെ നോക്കി ചിരിയോടെ അമലുമുണ്ടായിരുന്നു. എന്താടാ നിനക്കൊരു ഓഞ്ഞ നോട്ടം? അമലിന്റെ മുന്നിലെത്തിയതും കാശി അവന് നേരെ തറപ്പിച്ചൊന്ന് നോക്കിയിട്ട് ചോദിച്ചു. ഓ, ഒന്നുമില്ലെന്നേ. ഇതെന്റെ കാശി തന്നെയാണോ എന്ന ഒരു ചിന്ന സംശയം. അതുകൊണ്ട് കൂടെ നോക്കിയതാണ്. എന്തേ, എനിക്ക് നോക്കാൻ പാടില്ലേ? അവൻ അനന്തനോട് ആ പറഞ്ഞതൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് എന്ന പോലെ ചിരിയോടെ
കാശിയെ പുണർന്നുകൊണ്ട് തിരക്കി. പിന്നെ അയാളോട് ഞാൻ എന്താടാ പറയേണ്ടത്? നീ എൻ്റെ അമ്മയെ കണ്ടതല്ലേടാ? ആ മനസ്സും ശരീരവും ഒരുപോലെ തകർത്തവർ എന്ന് ഞാൻ കരുതുന്നവർക്ക് വേണ്ടി കൂടിയാണ് ആ മനുഷ്യൻ ഇന്ന് സംസാരിച്ചത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ജന്മം തന്നവനാണ് എന്ന് ഓർക്കാൻ പോലും അറപ്പ് തോന്നുന്നു. കൈമുഷ്ടി ചുരുട്ടി രോഷമടക്കി കാശി. പോട്ടടാ, വിട്ടേക്ക്. കാശിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമൽ പറഞ്ഞു. പറ്റുന്നില്ലടാ, എനിക്ക് നഷ്ടപ്പെട്ടു പോയ പലതുമുണ്ട് അമലേ, അതാർക്കും മനസ്സിലാവില്ല. അതൊക്കെ ഓർക്കുമ്പോൾ അതിന് കാരണക്കാരായവരെ കയ്യിൽ കിട്ടിയാൽ കൊന്നുകളയാനുള്ള പകയുണ്ട് എനിക്ക്. കാശി ഡാ. ആ ഭാവം കണ്ട് അമൽ ഭയത്തോടെ വിളിച്ചു. ഏയ് ഒന്നുമില്ലടാ, ഞാനായിട്ട് ആരെയും ഒന്നും ചെയ്യില്ല. കാരണം ഒരു നിയോഗം പോലെ എന്നിൽ വന്നു ചേർന്ന ആ ഒരുവൾക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം. അങ്ങ് അകലേക്ക് നോക്കിയവൻ അപ്പുവിനെ ഓർത്ത് പറയുമ്പോഴും ഉള്ളിൽ പകയുടെ ലാവ തിളച്ചു മറിയുകയായിരുന്നു.